ഗൈസ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസത്തെ വിശേഷങ്ങളും അല്ലേ ഒക്കെയാണ് ഇന്നത്തെ നമ്മളെ കണ്ടന്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസ. അപ്പോൾ രാവിലെ തന്നെ കട്ടനൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇനി കടയിലൊക്കെ പോകണം. പിന്നെ ചിക്കൻ മേടിക്കണം അല്ലേ, ചിക്കൻ മേടിക്കണം. പിന്നെ ബിരിയാണി വെക്കണം. പിന്നെ കേക്ക്, ബിരിയാണി കിറ്റാണ് കേട്ടോ മേടിച്ചത്. പിന്നെ കേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കട്ടൻ കുടിക്കാം. ഗൈസ്, കടയിൽ പോലെ അമ്മയൊക്കെ റെഡിയാവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താണ് വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. ബിരിയാണി കിറ്റാണ് മേടിച്ചത്. ഫസ്റ്റ് ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അത് മിസ്സായിപ്പോയി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നോക്കാം. ബിരിയാണി കിറ്റാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. 1 കിലോയാണ് ബിരിയാണി. ബിരിയാണി റൈസ്, മിക്സ്, പിന്നെ പെരിഞ്ചീരകം, പിന്നെ പെരിഞ്ചീരകം ഇത് മസാല ഐറ്റം. മസാല എല്ലാവരും മസാല ഐറ്റം. പിന്നെ നെയ്, പിന്നെ ബിരിയാണി കളർ ഇട്ടാൻ പറ്റുള്ള ഫുഡ് കളർ. ഇത് എന്തിന് സോഡാപ്പൊടി ഇതാണ് കേട്ടോ. ഇതാണ് ബിരിയാണി വെക്കേണ്ട സാധനങ്ങൾ. അപ്പൊ ഇനി കേക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സൂപ്പർ. കവറിങ്ങൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. പൊളിച്ച് കേക്കാരമാണ് കൊണ്ടുവന്ന നമ്മുടെ ഒരു പൊളിച്ച് പുട്ടിങ്. ഇത് കേക്ക് എന്ന് പറഞ്ഞാൽ പുട്ടിങ് ആണ് കേട്ടോ. പുട്ടിങ് കേക്കാണ് കേട്ടോ. അതായത് കാണില്ല, പുട്ടിങ് കേക്കാണ് ഇത്. ഈത്തപ്പഴവും ക്യാരറ്റും കൂടെ ആയിട്ടുള്ള പുട്ടിങ് കേക്കാണ് കേട്ടോ. സൂപ്പർ ആയിട്ടില്ലേ? നമ്മൾ നൈറ്റ് കഴിക്കുള്ളൂ കണ്ടില്ലേ? പിന്നെ അമ്മ കടയിൽ പോകാനട്ടെ. വീട്ടിലുള്ള ആരും അങ്ങനെ കഴിക്കാറില്ല. ഇനി നമുക്ക് ഇതൊരാൾ കേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ കൊണ്ടുവന്ന ആൾ പറഞ്ഞു പുട്ടിങ് കേക്കാണെന്ന് തന്നെ പറഞ്ഞായിരുന്നു. നിങ്ങൾ കഴിക്കും, സൂപ്പർ ഐറ്റംസ് ആണെന്നൊക്കെ പറഞ്ഞു. ക്യാരറ്റും ഈത്തപ്പഴം കൂടെ ഉള്ളതാണ് കേട്ടോ. പുട്ടിങ് കേക്കാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ ആർക്കും കൊടുക്കണോ അമ്മ? ചേച്ചിക്കും വിജയനും. അപ്പോൾ കടയിലെ മാമനായിരിക്കും ഓരോ പീസ് കൊടുക്കണം. അവരും അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെച്ചിരുന്ന് കൊണ്ട് തരും. അതുകൊണ്ടാണ് അവരെ ബന്ധുക്കളെക്കാളും വലിയ കാര്യമാണ്. അപ്പൊ അവരാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിരുന്ന് തരും. അപ്പൊ അവർക്കാണ് കൊടുക്കാനുള്ളത്. ഇത് യേശോപ്പച്ചനെ കേട്ടോ. തിരിയൊക്കെ കത്തിച്ചമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മേരോട്ട് നെയ്നും ഉണ്ട്.
ഇനിയും കൂടെ യേശോപ്പച്ചൻ തിരിയൊക്കെ കത്തിച്ചിട്ട് കടയിലോട്ട് പോവുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അമ്മയൊക്കെ കടയിൽ പോകാൻ പോയാണ്. അപ്പോൾ അവിടെ ആൻറ്റിക്കും അമ്മയും കേക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പോഴേ കട്ട് ചെയ്തൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ രാത്രി കട്ട് ചെയ്യുള്ളൂ കേട്ടോ. അല്ലേ, 10-11 ആകുമ്പോൾ കട്ട് ചെയ്യുള്ളൂ. നമ്മളെന്തായാലും അങ്ങനെ കഴിക്കില്ല. കഴിക്കുന്നൊക്കെ ഇങ്ങനെ ചുമ്മാ കളയും. അപ്പൊ ഒരാൾ അല്ലേ, നമ്മുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണല്ലോ കൊണ്ടുവരുന്നത്. നമ്മ അഭിയാണ് കേട്ടോ കേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വെറുതെ എന്തിനാണ് കളയുന്നത്? നല്ല രീതിയിൽ ഈ സൈഡിൽ നല്ല രീതിയിലൊക്കെ അപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കൂടെ ഒരു ബിസ്ക്കറ്റ്. ആദ്യം നമ്മുടെ അല്ലേ നമ്മുടെ ഫാമിലി ഓരോ അംഗങ്ങൾക്കും കേക്ക് ഒരു പീസ് വെക്കട്ട്. സൂപ്പർ സൂപ്പർ കുക്കിംഗ് കേക്ക്. സത്യം പറഞ്ഞ ഈ കേക്ക് ഞാൻ കഴിക്കാൻ പോലില്ല. പക്ഷെ ആദ്യം പറഞ്ഞ കുക്കിംഗ് കേക്ക് സൂപ്പർ. ഇത് ആന്റിക്കും മാമനും ഇത് നമ്മുടെ കടയിലുള്ള സൂപ്പർ. ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. അതിന് മുമ്പ് ഇതിലുള്ള ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഇരുന്ന് കൊച്ചുള്ളിയും സവാളയൊക്കെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്തായിട്ടിരിക്കുന്നത് ഇടികല്ലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റുന്ന ഇടികല്ലാണ് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ഇരുന്ന് സവാളയൊക്കെ അരിയാണ്. അപ്പം ഞാൻ കടയിലാണ് കേട്ടോ. കടയിൽ ക്രിസ്മസിൻ്റെ അന്നും കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നമുക്ക് കുറച്ച് ചെടിയിൽ വെള്ളമൊക്കെ ഒഴിക്കണം, പിന്നെ ചെടികളൊക്കെ ഇളക്കി നടണം. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയാണ് ചിക്കൻ കറിക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിൻ്റെ അന്ന് എന്താണ് സ്പെഷ്യൽ കേട്ടോ? കേക്കൊക്കെ മേടിച്ചോ? എന്താണ് സ്പെഷ്യൽ അന്ന് വെച്ചത്? ഇപ്പോൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കമൻറ്റ് ചെയ്യണമെന്ന് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പക്ഷെ ആരും കമൻറ്റ് ചെയ്യാറില്ല. എല്ലാവരും പോസിറ്റീവായിരുന്നാലും നെഗറ്റീവായിരുന്നാലും എല്ലാം പറയണം. എന്നാലും നമുക്ക് തെറ്റ് തിരുത്തി നമുക്ക് നേരെ, അതായത് തെറ്റ് തിരുത്തി നമുക്ക് നേർവഴിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇടുന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്, തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അമ്മ അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചിക്കനൊന്നും കഴിക്കാറില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്, ഒരു പ്ലേറ്റ് സവാള അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇടികല്ലിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അമ്മ ഇടിച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സവാളയൊക്കെ നമ്മൾ തൊലിക്കുന്ന സമയത്ത് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. പച്ചമുളകും ആദ്യം അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നിങ്ങൾ വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക്, അതായത് അമ്മയും നീനും പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് ശരിയാവില്ല, നീ എടുത്താൽ മതി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന രീതി മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നീനുമാണ് കേട്ടോ അടുത്തേക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് പണിയിലൊക്കെയാണ് രണ്ടുപേരും. ഗൈസ്, അപ്പോൾ ചിക്കൻ കറിക്കുള്ള മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചിക്കനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷമാണ് നമുക്ക് കറി വയ്ക്കാനുള്ളത്.
ഇരു പച്ചമുളക് കൂടെ ഇട്ട് തല്ലട്ടെ. വെള്ളമില്ലല്ലോ. മതിയാ മോളെ? എടുത്തുണ്ടോ? തക്കാളി എടുത്തുണ്ടോ? കൊണ്ടുവന്നാ അരി എല്ലാം എടുത്തുണ്ടോ? ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തല്ലിയിട്ടുണ്ടേ.
അവിടെ തക്കാളി അരിഞ്ഞ് സവാള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി തല്ലി വളരെ ഇഷ്ടപ്പെട്ടു. ഗൈസ് അങ്ങനെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി, സാലഡ്, ചിക്കൻ കറി. ഒരുപാട് വെള്ളത്തിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, വെള്ളം കുറച്ചിട്ട് വറ്റിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, പേരിട്ട് പോലെ. പിന്നെ മുട്ടക്കറി കേട്ടോ. മുട്ടക്കറി അമ്മയ്ക്കാണ്. അമ്മ ചിക്കനൊന്നും കഴിക്കാറില്ല. പിന്നെ ചിക്കൻ പൊരിച്ചത്. അപ്പോൾ അമ്മ ഇതായിരുന്നു ബിരിയാണി കഴിക്കാൻ പോകണം കേട്ടോ. ബിരിയാണിയും പിന്നെ കൂട്ടത് മുട്ടക്കറിയാണ്. അപ്പോൾ ഇത്രയും ജോലി ചെയ്ത് ടയേർഡായിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ പുറത്ത് പച്ചക്കറിയിലും കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആകെപ്പാട് ടയേർഡൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അമ്മ അങ്ങനെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അമ്മയ്ക്ക് ബിരിയാണിയും പിന്നെ സാലഡും പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കുട്ടിക്കാലം തൊട്ട് അമ്മ ഈ ചിക്കനൊന്നും കഴിക്കാറില്ല. ചിക്കനിൽ പെട്ട അതായത് ചിക്കൻ, ബീഫ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഫിഷ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിൻ്റെ അന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുന്തിരി എന്തോ കിട്ടിയതാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നു. ബിരിയാണി കഴിക്കാനുണ്ടോ വന്നിട്ടൊന്ന് കുളിച്ചു. ഞങ്ങൾക്ക് ലൈറ്റ് കാണാൻ പോകണം കനകക്കുന്ന് കൊട്ടാരത്തിൽ. അപ്പോൾ ചിക്കൻ്റെ കറിയും കുറച്ച് സലാഡും കുറച്ച് ചിക്കൻ പൊരിച്ചതും ഹലോ ഗൈസ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് റെഡിയായി. ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഞാനും നീനുവും കൂടെ ഒരു 7:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കനകക്കുന്ന് പാലസിൽ പോയി കേട്ടോ. പാലസിൽ ഫ്ലവർ ഷോയും പിന്നെ അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം പോയപ്പോൾ നല്ല രീതിയിൽ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്ത് കയറുന്നതിന് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് 50ഉം കിഡ്സിന് 30ഉം ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലവർ നമ്മൾ ഇതുവരെയ്ക്കും ഇങ്ങനെ ഇത്രയും ഫ്ലവറൊന്നും ആരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഫ്ലവറായിരുന്നു കേട്ടോ. പല പല കളറിൽ അട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലാണ് കേട്ടോ. നല്ല രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് നിൽക്കുന്നത്. പിന്നെ ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതിൽ എത്രത്തോളം ഭംഗി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ രീതിയിൽ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുക എപ്പോഴും ഇങ്ങനെ ഫ്ലവറൊക്കെ ലോങ് വീഡിയോസിൽ ഒരുപാട് ഫ്ലവറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു 2-3 മിനിറ്റുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിനും ചുറ്റിക്കറങ്ങി ഇപ്പോഴത്തെ ഫ്ലവറെല്ലാം കണ്ടു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കേട്ടോ ഇങ്ങനെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇതുപോലെ കനകക്കുന്ന് പാലസിൽ പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ റിയലായിട്ടുള്ള റോസാപ്പൂവാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ബൊക്കയിലൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വെക്കില്ലേ, വലിയ റോസാപ്പൂവാണ്. പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് തൊട്ട് നോക്കുന്നുണ്ട്. മീനും അതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എന്നിട്ട് ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു. അപ്പോൾ ഒരുപാട് സ്റ്റാളുകളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകൾ പിന്നെ അതുപോലെ ഫാൻസി ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാലസിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ പാലസിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നീനും ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ പാലസിൽ വരുന്നത്. കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ
ടൂറൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ, ഇപ്പോഴാണ് ഞങ്ങളിങ്ങനെ പാലസിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ 7:30 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ അടുപ്പിച്ചായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈസ്റ്റ്വുഡ് വരെ പറഞ്ഞതിന് ഒരു 15 മിനിറ്റ് വേണ്ടി അത്രേ വരുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് മ്യൂസിയം വരെ പറഞ്ഞതിന് ഒരു 10-20 മിനിറ്റ്, ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് ഇവിടെ മ്യൂസിയത്തിൽ പറ്റും. ഇപ്പോൾ കുറേ ആൾക്കാർ ക്രിസ്മസ് അപ്പോയിൻമെൻറ്റായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നിൽക്കാൻ വീഡിയോസും ഫോട്ടോസും എടുക്കാം. പിന്നെ ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. 2-3 പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ ഇരിക്കുന്ന ചുറ്റിലും പല കളറിലുള്ള പൂക്കളാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, ഇതെല്ലാം ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പൂക്കളാണ്. ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇതിലാണ് കേട്ടോ ചെടികളുടെ, അതായത് പൂക്കളുടെ ഒരു കളറിന് വ്യത്യാസം. ഞാനും കൂടെ കറങ്ങി എല്ലാം കണ്ടു. ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല കേട്ടോ. വരാൻ നേരത്ത് ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് വേറെ ഒന്നും കഴിക്കാനായിട്ട് നിന്നില്ല. ബിരിയാണിയാണല്ലോ കഴിച്ചത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പള്ളിയിൽ, അതായത് തലേ ദിവസം കേട്ടോ, ഞാൻ തലേ ദിവസം നമ്മൾ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോയ സമയത്ത് ഒരു പള്ളിയിൽ ചെറിയൊരു പുൽക്കൂട് കണ്ടു കേട്ടോ. ഉണ്ണിയേശുവിന് 25-ാം തീയതിയാണല്ലോ പുൽക്കൂട്ടിൽ വയ്ക്കുന്നത്. ഉണ്ണിയേശുവിനെ പുൽക്കൂട് കണ്ടു. നല്ല ഭംഗിയാട്ടോ. വീഡിയോസിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ക്രിസ്മസ് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ.